ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് വിഷ്ണുവിനോട് സത്യമ്മയുടെ വീട്ടിലേക്ക് വരാൻ പറയുകയാണ് ശാലിനി. ഇവിടെ വന്നാലേ അച്ഛനുമായിട്ട് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞ് ശാലിനി കോള് കട്ട് ചെയ്യുന്നു. പിന്നീട് കാണിക്കുന്നത് സത്യഭാമയുടെ വീടാണ്. രാഘവൻ സാറ് പ്രീതി കുഞ്ഞിന്റെ മുറിയിലേക്ക് പോയിട്ട് കുറെ നേരമായി, ഞാനേ ഒന്ന് പോയി നോക്കിയിട്ട് വരാമെന്ന് പൊന്നി പറയുമ്പോൾ ശാലിനി പറയുകയാണ്, വേണ്ട പൊന്നി, അച്ഛനും മോളും കൂടി കുറച്ചു നേരം ഒറ്റയ്ക്കിരിക്കട്ടെ. അച്ഛന് പ്രീതിയുമൊത്ത് ഇരിക്കണമെന്ന് നേരത്തെ പറയുന്നുണ്ടായിരുന്നു. പിന്നീട് കാണിക്കുന്നത് രാഘവൻ നായരെയാണ്. രാഘവൻ നായർ പ്രീതിയുടെ അടുത്തെന്ന് പറയുകയാണ്, എനിക്ക് ഒരു പെൺകുഞ്ഞിനെ വേണമെന്ന് എന്താഗ്രഹമായിരുന്നു നിനക്കറിയാമോ? നിന്നെ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു. പക്ഷേ ഇപ്പോൾ നിന്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് അർജുനാണ്. ഒരു ദിവസം അർജുനും ഇവിടെ നിന്ന് പോയാൽ പിന്നെ നിന്റെ കാര്യങ്ങളൊക്കെ അച്ഛനും അമ്മയും നോക്കേണ്ടി വരും. ഞങ്ങളും ഈ ലോകത്ത് നിന്നില്ലാതെ പോയാലോ? പിന്നെ നിന്റെ കാര്യങ്ങളൊക്കെ ആര് നോക്കും? നിനക്ക് ഒരിറ്റു വെള്ളം വേണമെങ്കിൽ പോലും നിനക്ക് ആരോടെങ്കിലും പറയാനോ അല്ലെങ്കിൽ സ്വയം അതെടുക്കാനോ സാധിക്കില്ല. അങ്ങനെ ഒരു അവസ്ഥ ഞങ്ങളുടെ കുഞ്ഞിന് വരാൻ ഞാൻ എന്താണെങ്കിലും സമ്മതിക്കില്ല. അതുകൊണ്ട് മോൾക്ക് വേണ്ടി അച്ഛൻ ഇപ്പോൾ ഒരു കാര്യം ചെയ്യാൻ പോവുകയാണ്. മോൾക്ക് വേണ്ടി അച്ഛൻ ചെയ്തു തരുന്ന ഏറ്റവും നല്ലൊരു പ്രവൃത്തിയായിരിക്കും ഇതെന്നും രാഘവൻ നായർ പറയുന്നു. അത്രയും പറഞ്ഞിട്ട് രാഘവൻ നായർ പ്രീതിയുടെ കഴുത്തിന് കയറി പിടിക്കുകയാണ്. തുടർന്ന് പെട്ടെന്ന് തന്നെ കൈയെടുത്ത് മാറ്റിയിട്ട് രാഘവൻ നായർ പറയുകയാണ്, ഈ അച്ഛനെ കൊണ്ട് ആകുന്നില്ല മോളെ. അത്രയും പറഞ്ഞ് തൻ്റെ നെഞ്ചത്തിട്ട് അടിച്ചുകൊണ്ട് കരയുകയാണ് രാഘവൻ നായർ. പെട്ടെന്ന് രാഘവൻ നായർക്ക് നെഞ്ചുവേദന വരികയാണ്. മോളെ, അച്ഛൻ്റെ നെഞ്ച് വേദന എടുക്കുന്നു മോളെ എന്ന് പറഞ്ഞ് രാഘവൻ നായർ വീൽ ചെയറിൽ നിന്നും താഴേക്ക് വീഴുന്നു. പെട്ടെന്ന് പ്രീതിയുടെ കൃഷ്ണമണികൾ ചലിക്കുകയാണ്. രാഘവൻ നായർ താഴേക്ക് വീഴുമ്പോൾ രാഘവൻ നായരെ നോക്കുന്ന രീതിയിൽ പ്രീതിയുടെ കണ്ണുകൾ അനങ്ങുകയാണ്. പ്രീതിയുടെ കൈവിരലുകളും അനങ്ങുന്നുണ്ട്. മോളെ, അച്ഛനെ ഒന്ന് രക്ഷിക്ക്, അച്ഛനെ പിടിച്ച് എഴുന്നേൽപ്പിക്ക് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രാഘവൻ നായർ അവിടെ കരയുകയാണ്. പ്രീതി തന്റെ കണ്ണുകൾ രാഘവൻ നായർക്ക് നേരെ ചലിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. അതേസമയം വിഷ്ണു അങ്ങോട്ടേക്ക് വരികയാണ്. ശാലിനി എന്ന് വിളിച്ചുകൊണ്ട് അകത്തേക്ക് വരുന്ന വിഷ്ണു രാഘവൻ നായരുടെ കരച്ചിലാണ് കേൾക്കുന്നത്. പെട്ടെന്ന് അച്ഛ എന്ന് വിളിച്ചുകൊണ്ട് മുകളിലേക്ക് ചെന്ന് രാഘവൻ നായരെ താഴേക്ക് കൊണ്ടുവരികയാണ് വിഷ്ണു. എടോ ശാലിനി, അച്ഛന് നെഞ്ചുവേദനയാണെന്ന് താൻ പെട്ടെന്ന് ആംബുലൻസ് വിളിക്ക്, പൊന്നിയോട് വെള്ളം കൊണ്ടുവരാനും വിഷ്ണു പറയുന്നു. എന്നിട്ടും ശാലിനി അനങ്ങാതിരിക്കുന്നത് കണ്ടിട്ട് വിഷ്ണു ചോദിക്കുകയാണ്, താൻ എന്താണോ അനങ്ങാതിരിക്കുന്നത്? അച്ഛന് നെഞ്ചുവേദന എന്ന് പറഞ്ഞത് താൻ കേട്ടില്ലേ? ഇത് കേൾക്കുന്ന ശാലിനി പറയുകയാണ്, വിഷ്ണുവേട്ടൻ അച്ഛനോട് തന്നെ ചോദിക്ക് ആംബുലൻസ് വേണോ എന്ന്. ഇത് കേൾക്കുന്ന രാഘവൻ പറയുകയാണ്, എടാ എനിക്കൊന്നുമില്ല, എനിക്ക് നെഞ്ചുവേദനയുമില്ല, ഒരു മണ്ണാങ്കട്ടയുമില്ല, ഇതെല്ലാം അവളുടെ ഐഡിയ പ്രകാരം ഞങ്ങൾ ചെയ്തതാണ്. ഇത് കേൾക്കുന്ന വിഷ്ണു ശാലിനിയെ നോക്കുമ്പോൾ ശാലിനി പറയുകയാണ്, അത് പിന്നെ അന്ന് ഡോക്ടർ പറഞ്ഞില്ലായിരുന്നു, വേണ്ടപ്പെട്ടവർക്ക് എന്തെങ്കിലും ആപത്ത് വരുമ്പോഴോ ഇല്ലെങ്കിൽ അവരുടെ കൂടെ ജീവിക്കണമെന്ന് ആഗ്രഹം തോന്നുമ്പോഴോ കോമയിൽ കിടക്കുന്ന പേഷ്യൻസിന് മാറ്റം വരുമെന്ന്. അതുകൊണ്ട് ഞാനും അച്ഛനും കൂടി ഒരു നാടകം കളിച്ചതാണ്, അല്ലാതെ അച്ഛന് നെഞ്ചുവേദനയൊന്നുമില്ലെന്ന് ശാലിനിയും പറയുന്നു. അയ്യോ, അപ്പോൾ ഞാൻ കയറി വന്നത് തെറ്റായ സമയത്തായിരുന്നു. ഒരുപക്ഷെ ഞാൻ വന്നില്ലായിരുന്നെങ്കിൽ പ്രീതിക്ക് എന്തെങ്കിലും കാര്യമായ മാറ്റം ഉണ്ടായേനേന്ന് വിഷ്ണു പറയുമ്പോൾ ശാലിനി പറയുകയാണ്, ആരാ പറഞ്ഞത് പ്രീതിക്ക് മാറ്റമൊന്നും വന്നില്ലെന്ന്? പ്രീതിയുടെ കൺപോളകൾ ചലിക്കുന്നുണ്ടായിരുന്നു. ഞാനേ മാറി നിന്ന് പ്രീതിയെ നോക്കുകയായിരുന്നു. കൂടാതെ അവള് കൈവിരലുകളും അനക്കുന്നുണ്ടായിരുന്നു. ഇത് കേൾക്കുന്ന രാഘവൻ നായർക്കും വിഷ്ണുവിനും സന്തോഷമാവുകയാണ്. തുടർന്ന് വിഷ്ണു പറയുകയാണ്, ശരി, നമുക്ക് ശാരദാമ്മയുടെ വീട് വരെ ഒന്ന് പോകണം. എന്താ വിഷ്ണുവേട്ട കാര്യമെന്ന് ശാലിനി ചോദിക്കുമ്പോൾ അതൊക്കെ ഞാൻ പോകും വഴി പറയാം. താൻ വരാൻ പറഞ്ഞ് വിഷ്ണു ശാലിനിയെ കൂട്ടിക്കൊണ്ട് അവിടെ നിന്ന് ഇറങ്ങുകയാണ്. ഇനിയിപ്പോ ശാരദാമ്മയുടെ വീട്ടില് എന്താണോ പ്രശ്നമെന്ന് രാഘവൻ നായർ പറയുകയാണ്. പിന്നീട് കാണിക്കുന്നത് സുസ്മിതയാണ്. സുസ്മിത രോഹിത്തിനോട് തന്നെ തുറന്നുവിടാൻ പറയുന്നുണ്ടെങ്കിലും തുറന്നുവിടില്ലെന്ന് പറഞ്ഞ് രോഹിത്ത് പുറത്തേക്ക് ഇറങ്ങുന്നു. തുടർന്ന് പത്മാവതി അമ്മ ചോദിക്കുകയാണ്, എടാ, ഇവളെ എത്ര നാൾ ഇവിടെ പൂട്ടിയിടാന്നാ നീ കരുതുന്നത്? അവള് മര്യാദ പഠിക്കുന്നത് വരെ അതിൻ്റെ അകത്ത് കിടക്കട്ടെ, എനിക്ക് കുറച്ച് കൂട്ടുകാരെ കാണാനുണ്ടെന്ന് പറഞ്ഞ് രോഹിത്ത് പുറത്തേക്ക് ഇറങ്ങുന്നു. തുടർന്ന് പത്മാവതി അമ്മയോട് സുസ്മിത പറയുകയാണ്, നിങ്ങളുടെ മോനെ പുറത്തിറങ്ങി നടക്കട്ടെ. ഗാർഹിക പീഡനത്തിന് ഞാനൊരു കേസ് കൊടുത്താലേ അമ്മയും മോനും അകത്താകും, ഞാൻ കാണിച്ചു തരുന്നുണ്ട്. ഇത് കേൾക്കുന്ന പത്മാവതി അമ്മ ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് പോകുമ്പോൾ ദേഷ്യത്തോടെ നിൽക്കുകയാണ് സുസ്മിത. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്.